ഒരു കലാസൃഷ്ടി ശരിക്ക് അത് കാണുന്ന ആൾക്കാർക്ക് അവൻ്റെ മനസ്സിന് ആർദ്രത ഉണ്ടാക്കുക, അവനെ കുറച്ച് കാഴ്ചപ്പാടിലേക്ക് അവനെ കൊണ്ടുവരിക, അവൻ കരുണയുള്ളവനാകുക, സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനാകുക, അങ്ങനെയൊക്കെ ലക്ഷ്യങ്ങളുണ്ടല്ലോ ശരിക്കും. അത് ഞാൻ പറഞ്ഞ സന്ദേശങ്ങൾ പറയുന്നതല്ല പറഞ്ഞത്. അവരെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ടോ? 200 കോടി ക്ലബിൽ കയറിയൊരു സിനിമ ഞാൻ അടുത്തിടെ കണ്ടു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം മുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരം മുറിക്കുന്ന ഒരു യന്ത്രമുണ്ട് ഇപ്പോൾ പെട്രോൾ അടിച്ചിട്ട്. അതുകൊണ്ട് ഒരാൾ കടന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ മുറിക്കുകയാണ് ഇങ്ങനെ. ഞാൻ ഇൻ്റർവെൽ എത്രയൊക്കെ മുമ്പ് ഇറങ്ങി പോകുന്ന അവിടെ നിന്ന്. കാരണം നമ്മുടെ പണിയെടുത്ത പൈസ ഒരു 200 രൂപ അല്ലെങ്കിൽ 150 റുപ്യ ഈ മരം മുറിക്കണ കാണിക്കാൻ പോയിട്ട് കാണണമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ അത് സ്വാഭാവികമായിട്ടും സൊസൈറ്റിയുടെ ഒരു ഡേഞ്ചർ അവസ്ഥയാണ്. കാരണം മനുഷ്യൻ പ്രതികാരദാഹികളായിട്ടുള്ള ആൾക്കാരുണ്ട് സൊസൈറ്റിയിൽ. അവർ നമ്മൾ സങ്കല്പിക്കുകയാണ് ആ മറ്റേ ചെയ്യപ്പെടുന്നവൻ നമ്മുടെ എതിരാളിയാണെന്നുള്ള കാണിച്ചിട്ടാണ് ഈ അക്രമ സിനിമകൾ ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സൊസൈറ്റിയുടെ ഒരു രോഗാതുരമായൊരവസ്ഥയുണ്ട്, മാനസികാവസ്ഥ. അത് ഈ കച്ചവട സിനിമക്കാർ ചില സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്.